Illustration 1. From the following information, ascertain the value of stock as on 31st March 2012. Closing stock കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Opening stock, purchases, manufacturing expenses, selling expenses, administration expenses, financial expenses, sales, then additional information തന്നിട്ടുണ്ട്. At the time of valuing stock as on 31st March 2011, so closing stock value ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ a sum of 3,500 was written off on a particular item which was originally purchased for 10,000 and was sold during the year for 9,000. Barring the transaction relating to this item, gross profit on during the year was 20% on sale. So, ഈ ഐറ്റത്തെ പറ്റി പറയുന്നത് എന്താ? 3,500 was written off on a particular item which was originally purchased for 10,000. So, 10,000 purchase ചെയ്ത ഒരു ഐറ്റത്തുമ്മേൽ 3,500 റൈറ്റ് ഓഫ് ചെയ്തു. സോ അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 10,000 മൈനസ് 3,500, 6,500. സോ ആ 6,500 വരുന്ന ഐറ്റം വാസ് സോൾഡ് ഡ്യൂറിങ് ദി ഇയർ ഫോർ 9,000. സോൾഡ് ഫോർ 9,000. സോ ആ ഡിഫറൻസ് 2,500 എന്ന് പറയുന്നത് ആ ഐറ്റത്തുമേലുള്ള പ്രോഫിറ്റാണ്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്ത് എഴുതാം, പർച്ചേസസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, ദെൻ സെല്ലിങ്ങും അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും എടുക്കില്ല, ബിക്കോസ് അത് ട്രേഡിംഗ് അക്കൗണ്ടിലല്ല കാണിക്കേണ്ടത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് P&L അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. മാനുഫാക്ചറിങ് എക്സ്പെൻസ് ഡയറക്റ്റ് ആയതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുന്നു. ദെൻ സെയിൽസ് 2,49,000. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. സോ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസിങ് ഫിഗർ ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 20% ഓൺ സെയിൽസ് എന്ന് തന്നിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷൻ്റെ പ്രോഫിറ്റ് കൂടാതെ ബാക്കി പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിൻ്റെ 20%. സോ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 2,49,000 ആണ്. അതിൽ 9,000 എന്ന് പറയുന്നത് ആ അബ്നോർമൽ ഐറ്റത്തിൻ്റെയാണ്. ഓക്കെ, സോ സെയിൽസിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 9,000 abnormal item, ബാക്കി 2,40,000. ഈ 9,000 പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 2,500. ഈ 2,40,000 സെയിൽസിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ആണ്. 20% മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 48,000 പ്രോഫിറ്റ് കിട്ടും. 48,000 പ്ലസ് 2,500, 5,500. GP 5,500 കൊടുക്കുക. ബാലൻസിങ് ഫിഗർ ക്ലോസിംഗ് സ്റ്റോക്ക്. Mr. A prepares accounts on 30th September each year, but on 31st December 2011, fire destroyed the greater part of his stock. Following information was selected. Stock as on 1st October 2011, opening stock എന്നിട്ടുണ്ട്. Purchases from 1st October to 31st December, ആ ഫയർ ഉണ്ടാകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസം 31st December വരെയുള്ള purchases തന്നിട്ടുണ്ട്, വേജസ് തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്. GP ratio, gross profit rate വന്നിട്ടുണ്ട് 33.33% on cost. സോ 33.33% on cost എന്ന് പറയുമ്പോൾ സെയിൽസിൻ്റെ എത്ര പെർസെൻ്റ് ആയിരിക്കും ഗ്രോസ് പ്രോഫിറ്റ്? 33.33 ഡിവൈഡഡ് ബൈ 133.33% ആയിരിക്കും സെയിൽസിൻ്റെ. ഓക്കെ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 25% ഓൺ സെയിൽസ് എന്ന് കിട്ടും. ഇനി സെയിൽസിലാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ 25% ഓൺ സെയിൽസ് എന്ന് തന്നിരിക്കുന്നത്. കോസ്റ്റിൻ്റെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 25 ഡിവൈഡഡ് ബൈ 100 മൈനസ് 25, 75. സോ 25/75 ഇൻറ്റു 100 ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റ് ഓൺ കോസ്റ്റ് എന്ന് കിട്ടും. സ്റ്റോക്ക് ടു ദ വാല്യൂ ഓഫ് 3,000 വാസ് സാൽവേജ്. ഇൻഷുറൻസ് പോളിസി വാസ് ഫോർ 25,000 ആൻഡ് ക്ലെയിം വാസ് സബ്ജക്ട് ആവറേജ് ക്ലോസ്. ദെൻ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് വാസ് കാൽക്കുലേറ്റഡ് അറ്റ് 10% ലെസ് ദാൻ കോസ്റ്റ്. Plan was installed by firm's own worker. He was paid 500, which is included in wages. Purchases include the purchase of plan for 5,000. You are required to calculate the claim for the loss of stock. So first loss of stock എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോസ് ഓഫ് സ്റ്റോക്ക്, എത്ര സ്റ്റോക്കിലാണ് ലോസ് സംഭവിച്ചത് അത് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ കണ്ടുപിടിച്ച ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്നും സാൽവേജ് വാല്യൂ റെഡ്യൂസ് ചെയ്യണം. സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പ് വാല്യൂ. സാൽവേജ് വാല്യൂ ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ലോസ് ഓഫ് സ്റ്റോക്ക്. ഇനി
പോളിസി എമൗണ്ട് ക്ലോസിംഗ് സ്റ്റോക്കിനേക്കാളും കുറവാണെങ്കിൽ, അതായത് പോളിസി എമൗണ്ട് ഇപ്പോൾ ഒരു 2 lakh ഉള്ളൂ, ലോസ് സംഭവിച്ചത് 3 lakh ലോസ് സംഭവിച്ചു, എൻ്റയർ ലോസ് ഇത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ ആവറേജ് ക്ലോസ് അപ്ലൈ ചെയ്യാം. അതിനകത്ത് ആവറേജ് ക്ലോസ് പ്രകാരം ക്ലെയിം ഫോർ ലോസ് ഓഫ് സ്റ്റോക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? പോളിസി എമൗണ്ട് ഡിവൈഡഡ് ബൈ ഇൻഷുറബിൾ എമൗണ്ട്. ഇൻഷുറബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻറ്റു സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച ലോസ് ഓഫ് സ്റ്റോക്ക് ചെയ്താൽ ക്ലെയിം ഫോർ ലോസ് ഓഫ് സ്റ്റോക്ക് കിട്ടും. ഇനി ഇൻ കേസ് ക്ലോസിംഗ് സ്റ്റോക്ക് പോളിസി എമൗണ്ടിനേക്കാളും കൂടുതലാണ്, കുറവാണ്, അതായത് 3 lakhൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, പോളിസി എമൗണ്ട് ഒരു 5 lakh ഉണ്ട്. ഈ എൻ്റയർ 3 lakh നമ്മുടെ ലോസ് കവർ ചെയ്യാൻ പറ്റും പോളിസി എമൗണ്ട് കൊണ്ട്. സോ ആവറേജ് ക്ലോസ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 29,700, അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് വാസ് കാൽക്കുലേറ്റഡ് അറ്റ് 10% ലെസ് ദാൻ കോസ്റ്റ്. ഈ 29,700 എന്ന് പറയുന്നത് കോസ്റ്റിനേക്കാളും 10% കുറവാണ്. ഇറ്റ് ഈസ് 10% ലെസ്. സോ ഫുൾ 100% നമ്മൾ കണ്ടുപിടിക്കണ്ടേ? അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 29,700 ഇൻറ്റു 100, ഫുൾ 100 ഡിവൈഡഡ് ബൈ എത്രയാണ് ആക്ച്വലി കാണിച്ചിരിക്കുന്നത്? 90. 10% ലെസ് ദാൻ കോസ്റ്റ് എന്നാണ്. സോ കോസ്റ്റ് ഒരു 100 ആണെങ്കിൽ അതിന് 10% ലെസ് എന്ന് പറയുമ്പോൾ 90 കാണിച്ചിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ 90. സോ 29,700 ഇൻറ്റു ഫുൾ വാല്യൂ 100 ഡിവൈഡഡ് ബൈ 90, 33,000 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ദെൻ പർച്ചേസസ് 75,000. ഇവിടെ പറയുന്നുണ്ട് പർച്ചേസസ് ഇൻക്ലൂഡ് ദ പർച്ചേസ് ഓഫ് ലാൻഡ് ഫോർ 5,000. പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് അസറ്റ് ആണ്. ഫിക്സ്ഡ് അസറ്റ് ഒരിക്കലും പർച്ചേസസിൽ കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഈ പർച്ചേസ് 75,000 പ്ലാന്റ് പർച്ചേസ് ചെയ്തതും കാണിക്കുന്നുണ്ട്. സോ നമ്മളത് റെഡ്യൂസ് ചെയ്യണം. 75,000 മൈനസ് 5,000. ദെൻ വേജസിൽ 33,000 പേ ചെയ്തു. A plant was installed by firm's own worker. He was paid 500, which was included in wages. So plant മേടിച്ച് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പർച്ചേസ് ആണ്. ഇൻസ്റ്റാൾ ചെയ്യാൻ വന്ന വേജ് ആണ് 500 എന്ന് പറയുന്നത്. അത് പ്ലാന്റിൻ്റെ ഫിക്സ്ഡ് അസറ്റ് അല്ലേ പ്ലാന്റ് എന്ന് പറയുന്നത്. പ്ലാന്റിൻ്റെ കോസ്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ട 500 ആണ് ഇവിടെ എക്സ്പെൻസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. സോ ആ വേജസിൽ നിന്നും 33,000 മൈനസ് 500 മൈനസ് ചെയ്ത് കളയണം. ദെൻ സെയിൽസ് വരുന്നത് 1,40,000 ആണ്. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് സെയിൽസ് കാണിക്കാം. ദെൻ നെക്സ്റ്റ് റേറ്റ് ഓഫ് GP is 33.33% ഓൺ കോസ്റ്റിൻ്റെ നമുക്ക് കോസ്റ്റ് അറിയില്ല. സോ നമുക്ക് സെയിൽസ് അറിയാം 1,40,000. സോ 33.33% ഓൺ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റ് ഓൺ സെയിൽസ് ആണ്? 25%. എങ്ങനെ കിട്ടി? 33.33 ഡിവൈഡഡ് ബൈ 133.33, 25% ഓൺ സെയിൽസ് ആണ്. സോ 1,40,000 ഇൻറ്റു 25%, 35,000 ഗ്രോസ് പ്രോഫിറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടും. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ലോസ് ഓഫ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. ലോസ് ഓഫ് സ്റ്റോക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്നും സാൽവേജ് വാല്യൂ റെഡ്യൂസ് ചെയ്യണം. സോ ക്ലോസിംഗ് സ്റ്റോക്ക് 3,500 മൈനസ് സാൽവേജ് വാല്യൂ എത്രയാണ്? സ്റ്റോക്ക് ടു ദ വാല്യൂ ഓഫ് 3,000 വാസ് സാൽവേജ്. 3,000 മൈനസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ലോസ് ഓഫ് സ്റ്റോക്ക്. ഇനി പോളിസി എമൗണ്ട് എത്രയാണ്? പോളിസി എമൗണ്ട് വാസ് ഫോർ 25,000. 25,000 ആണ് പോളിസി എമൗണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് 3,500 ഉണ്ട്. സോ ദ പോളിസി എമൗണ്ട് ഇസ് ലെസ് ദാൻ ദ ക്ലോസിംഗ് സ്റ്റോക്ക്. സോ അപ്ലൈ ആവറേജ് ക്ലോസ്. ആവറേജ് ക്ലോസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് പോളിസി എമൗണ്ട് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻറ്റു ലോസ് ഓഫ് സ്റ്റോക്ക്. 25,000 ഡിവൈഡഡ് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് 3,500 ഇൻറ്റു ലോസ് ഓഫ് സ്റ്റോക്ക് 27,500. യു വിൽ ഗെറ്റ് 22,541. ഇലസ്ട്രേഷൻ 3 നോക്കാം. ഇലസ്ട്രേഷൻ 3ൽ നേരത്തെ ചെയ്തതായിട്ട് സിമിലർ ആണ്. ആകെ 2 അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. ഇവിടെ സെയിൽസ് അപ് ടു 20th October ഇൻക്ലൂഡ്സ് 80,000 ഫോർ വിച്ച് ഗുഡ്സ് ഹാഡ് നോട്ട് ബീൻ ഡിസ്പാച്ച്ഡ്. സെയിൽസിൽ 80,000 ഗുഡ്സ് 80,000 കാണിച്ചിട്ടുണ്ട്. ആ കാണിച്ച 80,000 ഗുഡ്സ് ഡിസ്പാച്ച് ചെയ്തിട്ടില്ല. സോ അത് ആക്ച്വൽ സെയിൽസ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഈ 80,000 സെയിൽസിൽ നിന്നും റെഡ്യൂസ് ചെയ്യണം. ദെൻ സെക്കൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്
Purchases up to 20th October did not include 40,000 for which purchase invoice had not been received. Purchase invoice കിട്ടിയിട്ടില്ല. Though goods have been received in godown. Goods ഗോഡൗണിൽ റിസീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അത് പർച്ചേസസിൽ കാണിച്ചിട്ടില്ല. ഇത് ആക്ച്വൽ പർച്ചേസസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. 40,000 പർച്ചേസിൻ്റെ ഒപ്പം ആഡ് ചെയ്യണം. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഇല്ലസ്ട്രേഷൻ നമ്പർ 4 ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ സാൽവേജ് വാല്യൂ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. 11,200 10,500. അത് രണ്ടും ആഡ് ചെയ്ത് 21,700 ആണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ ലോസ് ഓഫ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാൽവേജ് വാല്യൂ ആയിട്ട് റെഡ്യൂസ് ചെയ്യേണ്ടത്. ഇല്ലസ്ട്രേഷൻ 5 നോക്കാം. ഓൺ 1st April 2012 the stock of stray damage were destroyed by fire but sufficient records were saved from which following particulars were ascertained. So 1st April 2012 ആണ് സ്റ്റോക്ക് ഫയർ വഴി ഡിസ്ട്രോയ് ആയത്. സോ സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് ഓൺ 1st Jan 2011. ഇതെന്താണ് നടന്നത്? 1st April 2012 ഓപ്പണിംഗ് സ്റ്റോക്ക്, കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിരിക്കുന്നത്. ദെൻ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. ആ പീരീഡിലെ പർച്ചേസും തന്നിട്ടുണ്ട്, സെയിൽസും തന്നിട്ടുണ്ട്. ആ പീരീഡിൽ 31st December 2011 എൻഡ് ചെയ്യുന്ന ഇയറിലെ സെയിൽസും തന്നിട്ടുണ്ട്. ദെൻ പർച്ചേസസ് 1st Jan മുതൽ 31st March 12 വരെ ആ ഫയർ ഉണ്ടാകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള പീരീഡിലെ പർച്ചേസസും സെയിൽസും തന്നിട്ടുണ്ട്. ഇൻ വാല്യൂവിംഗ് ദ സ്റ്റോക്ക് ഓഫ് ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് 31st December 2011, 2,300 had been written off on a certain stock which was a poor selling line having the cost 6,900. സോ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കിൽ 2,300 ഒരു സർട്ടൻ പെർട്ടിക്കുലർ ഐറ്റത്തിന്മേൽ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ആ റൈറ്റ് ഓഫ് ചെയ്ത ഐറ്റത്തിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6,900. സോ 6,900 കോസ്റ്റ് വരുന്ന ഒരു ഐറ്റത്തിന്മേൽ 2,300 റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. A portion of these goods were sold in March 2012 at a loss of 250 on original cost of 3,450. സോ അതിൻ്റെ ഒരു പോർഷൻ 3,450 ആണ് അതിൻ്റെ ഒരു പോർഷന് കോസ്റ്റ് വരുന്നത്. അതിൽ 250 ലോസിന് സെല് ചെയ്തു. സോ 6,900 കോസ്റ്റ് വരുന്നൊരു ഐറ്റം, അതിൽ 3,450 കോസ്റ്റ് വരുന്നൊരു ഐറ്റം എ പോർഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി എവിടെ ഉണ്ട്? ബാക്കി 3,450 ഉണ്ട്. എ പോർഷൻ ഓഫ് ദിസ് ഐറ്റം വാസ് സോൾഡ് അറ്റ് എ ലോസ് ഓഫ് 250 ലോസിന് സെല് ചെയ്തു. സോ എത്രയാണ് സെല് ചെയ്തു? 3,200 സെല് ചെയ്തു. റിമൈൻഡർ ഓഫ് ദി സ്റ്റോക്ക് വാസ് നൗ എസ്റ്റിമേറ്റഡ് ടു ബി വർത്ത് ഇറ്റ്സ് ഒറിജിനൽ കോസ്റ്റ്. സബ്ജക്ട് ടു ദി above exception GP remain യൂണിഫോം റേറ്റ്. സോ GP യൂണിഫോം റേറ്റ് ആണെന്ന് പറയുന്നുണ്ട്, പക്ഷേ GP റേറ്റ് എത്രയാണെന്ന് തന്നിട്ടില്ല. അതിനാണ് കഴിഞ്ഞ വർഷത്തെ ഡേറ്റ് തന്നിരിക്കുന്നത്. The value of stock salvage was 5,800. Policy 50,000 was subject to average clause. Work out the amount of claim of loss by fire. So first നമുക്ക് കഴിഞ്ഞ വർഷത്തെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2011. എന്തിനു വേണ്ടിയാണ്? ഗ്രോസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട്. അതെന്തിനാണ്? ഈ വർഷത്തെ GP പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം, GP കണ്ടുപിടിക്കണം, ബാലൻസിങ് ഫിഗർ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് കിട്ടും. ഓക്കെ, സോ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2011. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 73,500. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് അവിടെ നിർത്തട്ടെ. പർച്ചേസസ് 3,98,600. സെയിൽസും തന്നിട്ടുണ്ട് 4,87,000. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് 31st December 2011 79,600 ആണ്. അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയേ. In valuing the stock for the balance sheet at 31st December 2011, 2,300 had been written off on a certain stock which was a poor selling line having the cost 6,900. സോ ആ ക്ലോസിംഗ് സ്റ്റോക്കിൽ 2,300 റൈറ്റ് ഓഫ് ചെയ്തു, മൈനസ് ചെയ്തു. സോ നമ്മളത് ആഡ് ബാക്ക് ചെയ്യണം. സോ 79,600 ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഒപ്പം റൈറ്റ് ഓഫ് ചെയ്ത എമൗണ്ട് 2,300 ആഡ് ബാക്ക് ചെയ്യുമ്പോൾ 81,900 ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് കിട്ടും. ബാലൻസിങ് ഫിഗർ ഗ്രോസ് പ്രോഫിറ്റ്, കഴിഞ്ഞ വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റ്. ഇനി നമുക്ക് GP പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. GP റേഷ്യോ എന്ന് പറയുന്നത് GP ബൈ സെയിൽസ് ഇൻറ്റു 100. GP എത്ര? 96,800 ഡിവൈഡഡ് ബൈ സെയിൽസ് 4,87,000 ഇൻറ്റു 100 20%. ഓക്കെ, ഇനി ഈ വർഷത്തെ
മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. മെമ്മോറാൻഡം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ 3 കോളംസ് പ്രൊവൈഡ് ചെയ്യണം, ബിക്കോസ് അവിടെ അബ്നോർമൽ സെയിൽസും ഉണ്ട്. സോ 3 കോളം പ്രൊവൈഡ് ചെയ്യുക, നോർമൽ, അബ്നോർമൽ, ടോട്ടൽ. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കാണ്. സോ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് 81,900. സോ ഫസ്റ്റ് 81,900 ടോട്ടൽ കോളത്തിൽ എഴുതാം. ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2,300 റൈറ്റ് ഓഫ് ചെയ്തു, 6,900 കോസ്റ്റ് വരുന്ന ഒരു ഐറ്റത്തിന്. സോ 6,900 കോസ്റ്റ് വരുന്ന ഒരു ഐറ്റം അബ്നോർമൽ ഐറ്റമാണ്. സോ അബ്നോർമൽ കോളത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 6,900. 81,900 മൈനസ് 6,900 75,000 ആണ് ബാലൻസ് നോർമൽ ഐറ്റം. ദെൻ ആ പീരീഡിലെ പർച്ചേസസ് തന്നിട്ടുണ്ട് 1,62,000. അത് നോർമൽ കോളത്തിൽ കൊടുക്കുക, ടോട്ടൽ കോളത്തിൽ കൊടുക്കുക. ദെൻ സെയിൽസ് 2,31,200. സെയിൽസും ഇതേപോലെ 2,31,200 ടോട്ടൽ കോളത്തിൽ കൊടുക്കാം. ആ സെയിൽസിൽ 6,900 കോസ്റ്റ് വരുന്ന ഒരു ഐറ്റത്തിൻ്റെ ഒരു പോർഷനാണ് 3,450 വരുന്ന ഐറ്റം. അത് 250 ലോസിൽ സെല്ല് ചെയ്തു, അതായത് 3,200-ന് സെല്ല് ചെയ്തു. ആ 3,200-ൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് അബ്നോർമൽ സെയിൽസ് ആണ്. സോ അബ്നോർമൽ കോളത്തിൽ 3,200 കൊടുക്കുക, ബാലൻസ് നോർമൽ 2,28,000. ലോസ് ആയിട്ടുള്ള 250 ലോസ് ഇല്ലേ, അതും അബ്നോർമൽ കോളത്തിൽ കാണിക്കാം, ടോട്ടൽ കോളത്തിൽ കാണിക്കാൻ വിട്ടുപോകരുത് ലോസ്. ദെൻ ജി പി കണ്ടുപിടിക്കാം. ജി പി എന്ന് പറയുന്നത് 20% ഓൺ സെയിൽസ് ആണ്. ജി പി കണ്ടുപിടിക്കുമ്പോൾ നോർമൽ സെയിൽസിൻ്റെ മാത്രം എടുക്കുകയുള്ളൂ. 2,28,000 ഇൻറ്റു 20%, 45,600. അക്കൗണ്ട് ബാലൻസ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാം. ഇനി ലോസ് ഓഫ് സ്റ്റോക്ക് കണ്ടുപിടിക്കുക. ലോസ് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് സാൽവേജ്. ക്ലോസിംഗ് സ്റ്റോക്ക് 58,050 മൈനസ് സാൽവേജ് എമൗണ്ട് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 5,800. സോ യു വിൽ ഗെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക് 52,250. ഇനി ക്ലെയിം ഫോർ ലോസ് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പോളിസി എമൗണ്ട് ഡിവൈഡഡ് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻറ്റു ലോസ് ഓഫ് സ്റ്റോക്ക്. പോളിസി എമൗണ്ട് 50,000. 50,000 ബൈ 58,050 ഇൻറ്റു 52,250. 45,004 ആണ് ക്ലെയിം, ഇൻഷുറൻസ് ക്ലെയിം ഫോർ ലോസ് ഓഫ് സ്റ്റോക്ക്. ഇനി ഇലസ്ട്രേഷൻ 6 നോക്കാം. ഇലസ്ട്രേഷൻ 6-ൽ പോളിസി എമൗണ്ട് തന്നിട്ടില്ല. സോ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് വരെ കാൽക്കുലേറ്റ് ചെയ്ത് ലോസ് ഓഫ് സ്റ്റോക്ക് കണ്ടുപിടിക്കുക. ആ എൻറ്റയർ എമൗണ്ടിന് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ലോഡ് ചെയ്യാം. ഇലസ്ട്രേഷൻ 7നും സിമിലർ ആണ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. സെയിൽസ് ഇൻക്ലൂഡിംഗ് ഗുഡ്സ് സോൾഡ് ഓൺ അപ്രൂവൽ ബേസിസ് എമൗണ്ടിങ് ടു 49,500, 2,75,000. സോ സെയിൽസ് എന്ന് പറയുന്നത് 2,75,000 ആണ്. അതിൽ ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസ് 49,500. ഇനി no approval has been received in respect of 2/3 of the goods sold on approval. So 49,500 ആണ് ടോട്ടൽ ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ. അതിൽ 2/3 അപ്രൂവൽ കിട്ടിയിട്ടില്ല. സോ അത് നമുക്ക് സെയിൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ആക്ച്വൽ സെയിൽസ് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അപ്രൂവലിന് സെൻഡ് ചെയ്ത ഗുഡ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അപ്രൂവൽ കിട്ടാത്ത പാർട്ട് മൈനസ് ചെയ്യണം. സോ അപ്രൂവൽ എത്രയാണ് കിട്ടാത്ത 49,500 ഇൻറ്റു 2/3, 33,000-ന് അപ്രൂവൽ കിട്ടിയിട്ടില്ല. സോ അത് സെയിൽസിൽ നിന്നും റെഡ്യൂസ് ചെയ്യണം. 2,75,000-ൽ നിന്നും 33,000 മൈനസ് ചെയ്യുമ്പോൾ 2,42,000 ആയിരിക്കും ആക്ച്വൽ സെയിൽസ് എന്ന് പറയുന്നത്.